Good morning to all. Today's topic is Law of Comparative Advantage. International trade തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രേഡ് എങ്ങനെ നടത്തണം എന്നതിനെ പറ്റി ഡേവിഡ് റിക്കാർഡോടെയാണ് ഈ ഒരു തിയറി. When David Ricardo first illustrated the importance of comparative advantage in the early 18s, he solved the problem that had eluded even Adam Smith. ആഡം സ്മിത്തിൻ്റെ തിയറി പറഞ്ഞത് ഏതൊരു കൺട്രിയാണോ കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ആ കൺട്രിക്ക് മാത്രമേ കൂടുതൽ എക്സ്പോർട്ട് നടത്താവൂ, ഏതാണോ ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ആ കൺട്രിയാണ് ഇമ്പോർട്ട് ചെയ്യാനും ഏറ്റവും നല്ലത് വിടും. അപ്പം ഏത് കൺട്രിയാണോ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അവർക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ, ഏത് കൺട്രിയാണോ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ആ കൺട്രീസിന് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാനും നടക്കത്തുള്ളൂ. ആ കൺട്രിയെ സംബന്ധിച്ച് എക്സ്പോർട്ട് ചെയ്യുക എന്നത് ഒരു ബേർഡനാണ്. ഈ ഒരു തീരത്തെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഏർലി 80s ഡേവിഡ് റിക്കാർഡോ വന്നത്. ഡേവിഡ് റിക്കാർഡോ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഈവൻ ഇഫ് വൺ നേഷൻ ഈസ് ലെസ് എഫിഷ്യൻറ്റ് ദാൻ ദ അതർ നേഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബോത്ത് കമ്മോഡിറ്റീസ്. അതായത് രണ്ട് കമ്മോഡിറ്റീസ് ദാറ്റ് മീൻസ് രണ്ട് കമ്മോഡിറ്റീസിലും ഒരു നേഷൻ ലെസ് ദാൻ എഫിഷ്യൻ്റ് ആണ്, മറ്റൊരു കൺട്രിയെക്കാട്ടിലും ലെസ് എഫിഷ്യൻ്റ് ആണെങ്കിൽ പോലും ദർ ഈസ് സ്റ്റിൽ എ ബേസിസ് ഓഫ് മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ്. ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡിനുള്ള ചാൻസസ് ഉണ്ടാവും. റിക്കാർഡോ പറയുന്നത് ഒരു കൺട്രി ബോത്ത് പ്രോഡക്റ്റിൽ ഇൻഎഫിഷ്യൻ്റ് ആണെങ്കിൽ പോലും അതിനെ ഇൻ്റർനാഷണൽ ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അങ്ങനെ ബെനിഫിഷ്യൽ ആക്കി മാറ്റാം ആ ട്രേഡ് വഴി എന്നാണ് പറയുന്നത്. അതിൻ്റെ അസംഷൻസിലേക്ക് നമുക്ക് പോകാം. Ricardo constructed a two-country, two-commodity, but one-factor model with the following assumption. അദ്ദേഹത്തിന് ടു കൺട്രിയാണ്, ടു കമ്മോഡിറ്റി, രണ്ട് കമ്മോഡിറ്റിയാണ് എടുത്തിരിക്കുന്നത്, വൺ ഫാക്ടർ മോഡൽ, ഒരു ഫാക്ടറിനെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ഫാക്ടറിനും മോഡലിനും. ഫസ്റ്റ് അസംഷൻ ഈസ് ലേബർ ഈസ് ദ ഓൺലി പ്രൊഡക്റ്റീവ് ഫാക്ടർ. ലേബറിനെയാണ് പ്രൊഡക്റ്റീവ് ഫാക്ടറായിട്ട് എടുത്തിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ലേബർ യൂണിറ്റ്സ് ഇൻവോൾവ്. ഒരു പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലേബർ യൂണിറ്റ്സ് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ചാണ് പ്രൊഡക്ഷൻ്റെ കോസ്റ്റും മെഷർ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ലേബർ മാത്രമാണ് പ്രൊഡക്റ്റീവ് ഫാക്ടർ. അപ്പോൾ ലേബറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലമാണ് മറ്റ് ചേഞ്ചസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റിന് കോസ്റ്റും ബെനിഫിറ്റും നമ്മൾ മെഷർ ചെയ്യണം. ലേബർ ഈസ് ഹോമോജീനിയസ്. ലേബർ എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. ഫ്രീ ട്രേഡാണ്, താരിഫൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റൻ്റ് ആയിട്ടാണ് റിട്ടേൺസ് എല്ലാം ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു ടു കൺട്രി ടു കമ്മോഡിറ്റി ആണ്. ടു കമ്മോഡിറ്റി എന്ന് പറയുന്നത് വീറ്റും ക്ലോത്തുമാണ് എടുത്തിരിക്കുന്നത്. ടു കൺട്രി US ആൻഡ് UK ആണ്. വീറ്റ് US-ന് 6ഉം ക്ലോത്ത് 4ഉമാണ്, UK-ക്ക് 1ഉം ക്ലോത്ത് 2ഉം ആണ്. ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും US ആണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് ബോത്ത് പ്രോഡക്റ്റിൽ, എന്നാൽ UK ബോത്ത് പ്രോഡക്റ്റിൽ ഇൻഎഫിഷ്യൻ്റ് ആണ് US-നെ വെച്ച് നോക്കുമ്പോൾ. US has an absolute advantage in both wheat and cloth with respect to the UK വെച്ച് നോക്കുമ്പോൾ US-നാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് രണ്ട് കമ്മോഡിറ്റീസിലും ഉള്ളത്. സിൻസ് ഇറ്റ്സ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ഇൻ വീറ്റ്, ദാറ്റ് ഈസ് 60. US UK-യുടെ വീറ്റ് നോക്കുമ്പോൾ 6:1 റേഷ്യോ ആണ് വരുന്നത്. അതേപോലെ ക്ലോത്ത് രണ്ട് കൺട്രി നോക്കുമ്പോൾ 4:2 റേഷ്യോ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ US ഹാസ് എ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ വീറ്റ്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇനി അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് രണ്ടിലും ഉണ്ട്, എന്നാൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വരുന്നത് വീറ്റിലാണ് ഏറ്റവും കൂടുതൽ. ദാറ്റ് മീൻസ് ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഉള്ളത് ഇവിടെ 6 ആണ്, US-ൻ്റെ വീറ്റിലാണ് ഉള്ളത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അബ്സല്യൂട്ട് നോക്കുവാണെങ്കിൽ രണ്ടും ഉണ്ട്. UK's അബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ് ഈസ് സ്മോളർ ഇൻ ക്ലോത്ത്. ഇവിടെ നമുക്ക് ക്ലോത്തിൽ നോക്കുമ്പോൾ അബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ് കുറവാണ്. വീട്ടിലാണെങ്കിൽ 6:1, ദാറ്റ് മീൻസ് ഇവിടെ 1 ഉള്ളൂ, എന്നാൽ US-നാണെങ്കിൽ 6 ടൈംസ് ഹയർ ആണ്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ 4:2 ആണ്. അപ്പോൾ 2 ടൈംസ് ഗ്രേറ്റർ ആണ് US-ൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലെസ് ഡിസഡ്വാൻറ്റേജ് ആണ് ആ ഒരു ക്ലോത്തിൽ UK-ക്ക് ഉള്ളത്. സോ ഇറ്റ്സ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ലൈസ് ഇൻ ക്ലോത്ത്. അപ്പം UK സംബന്ധിച്ച് അതിൻ്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് ക്ലോത്തിലാണ് ഉള്ളത് UK സംബന്ധിച്ച്. എന്നാൽ US-നെ സംബന്ധിച്ച് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളത് വീറ്റിലാണ്. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഇനി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ലോ പ്രകാരം both nations can gain if the US specialize in the production of wheat and export some of it in exchange for British cloth. അതായത് US കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം US വീറ്റിൻ്റെ പ്രൊഡക്ഷനിൽ സ്പെഷ്യലൈസ് ചെയ്യുകയും അതേസമയം അത് എക്സ്പോർട്ട് ചെയ്യണം ഇൻ എക്സ്ചേഞ്ച് ഓഫ് ബ്രിട്ടീഷ് ക്ലോത്ത്. ബ്രിട്ടീഷ് ക്ലോത്തിന് പകരമായി US വീറ്റ് എക്സ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ US വീറ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇത് എക്സ്പോർട്ടും ചെയ്യുന്നു. എന്തിനു പകരമായി? UK-യിൽ നിന്ന് വരുന്ന ക്ലോത്തിന് പകരമായാണ് US വീറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുവഴി രണ്ട് കൺട്രീസിനും മ്യൂച്വലി ബെനിഫിറ്റ് ഉണ്ടാകുമെന്നാണ് ഡേവിഡ് റിക്കാർഡോ തൻ്റെ ലോ ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിലൂടെ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗെയിൻസ് ഫ്രം ട്രേഡാണ്. അതായത് ട്രേഡ് നടത്തുന്നത് US ആണെങ്കിൽ സ്പെഷ്യലൈസസ് ഇൻ വീറ്റും UK ക്ലോത്തിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു, എന്നിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ടും ഇമ്പോർട്ടും ട്രേഡ് നടത്തുന്നു.
ട്രേഡ് നടത്തുമ്പോൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ഗെയിൻ ഉണ്ടാകുന്നതാണ് നമ്മൾ വായിക്കുന്നത്. സപ്പോസ് യു എസ് വുഡ് എക്സ്റ്റെൻഡ് 6W for 6C വിത്ത് ദ UK. അതായത് 6W US കൊടുക്കുന്നു, അപ്പോൾ UK 6C US കൊടുക്കുന്നു, എക്സ്ചേഞ്ച് നടക്കുന്നു. അതിന് ഗെയിൻ US കിട്ടുന്ന ഗെയിൻ. US ഗെയിൻസ് സിൻസ് എക്സ്ചേഞ്ച് ഓൺലി 6W for 4C. അത് 4 ക്ലോത്തിന് വേണ്ടിയാണ് ഈ 6W ഇവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ബിക്കോസ് 6ഉം 4ഉം ആയിരുന്നു US പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ 4ൻ്റെ ടൈം ഹവേഴ്സ് ലേബർ ഹവേഴ്സ് കൂടി നമ്മൾ US വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്നു. അപ്പോൾ US വേണ്ടത് 4 ക്ലോത്ത് ഹവേഴ്സാണ് വേണ്ടത്. അപ്പോൾ 4C UK നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി UKയുടെ സിറ്റുവേഷൻ നോക്കിയാൽ UK gains 6W that UK receives from the US would require 6 hours to produce in the UK. അതായത് നമ്മൾ പറഞ്ഞിരുന്നു UK-യിലാണെങ്കിൽ 1 ലേബർ ഹവേഴ്സാണ് വീറ്റിന് വേണ്ടി. അപ്പോൾ ഒരു 6W UK-യിലേക്ക് എത്തുമ്പോൾ 6 ഹവേഴ്സാണ് അവർ ഈ ഒരു 6W പ്രൊഡ്യൂസ് ചെയ്യാൻ നോർമലി എടുക്കുന്നത്. എന്നാൽ UK could instead use this 6 hours to produce 12C and give up only 6W from the US. Thus UK would gain 6C or save 3 hours of labor hours. US-ൽ നിന്ന് വാങ്ങുന്ന 6W UK-യിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 6 hours വേണം. എന്നാൽ ഈ ഒരു 6 hours വെച്ചിട്ട് അവരതെങ്കിൽ പ്രൊഡ്യൂസ് 12C അവർ ഉൽപ്പാദിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ 6W മാത്രമേ ഈ 12Cക്ക് അവർ വാങ്ങുന്നത് 6W മാത്രമേ US-ൽ നിന്ന് വാങ്ങുന്നുള്ളൂ. നേരത്തെ 2C ഉൽപ്പാദിച്ചുകൊണ്ടിരുന്ന സമയം അവർ കൂടുതൽ സിയിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ 6 hour കൊണ്ട് 12C അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ 12C പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് US-ൽ നിന്ന് കിട്ടുന്ന 6W-ൽ നിന്ന് 6W കിട്ടുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട വെറും 6C മാത്രമാണ്. അപ്പം ബാക്കി 6C അവർക്കുണ്ട്. ഒരു 6W-ൽ നിന്ന് 12C വരെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവർ ആ ക്ലോത്ത് തന്നെ സ്പെഷ്യലൈസ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട്. അല്ലാത്ത പക്ഷം അവർക്ക് 2Cയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലേബർ അവർ കൂടുതൽ വേണം ചെയ്യും. അപ്പോൾ അവർക്ക് കൂടുതൽ നഷ്ടമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്നാൽ കൂടുതൽ ക്ലോത്തിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ക്ലോത്ത് ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. Thus both nations can gain from trade even if one of them is less efficient than the other in the production of both commodities. രണ്ട് കമ്മോഡിറ്റീസിലും ഏതെങ്കിലും ഒരു നേഷൻ ലെസ് എഫിഷ്യൻ്റ് ആണെങ്കിൽ പോലും ട്രേഡിൽ നിന്ന് ഗെയിൻസ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ 12C ആൻഡ് 4C, that means 8C ആണ്, is a total gain that can be shared by the two countries by trading 6W. ഒരു 6W ട്രേഡ് ചെയ്യുന്ന വഴി രണ്ട് കൺട്രീസിനും ടോട്ടൽ ഗെയിനായ 8C ആണ് ഒരു ബെനിഫിറ്റ് ഈ ട്രേഡിൽ നിന്ന് ഉണ്ടാവുന്നത്. ക്ലോസർ ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് ടു 4C is equal to 6W. ഷെയർ ഓഫ് ഗെയിൻ ടു US ഈസ് ലെസ് ദാൻ ഷെയർ ഓഫ് ഗെയിൻ ഓഫ് UK. അപ്പം ഒരു 6Wന് 4Cയിലേക്ക് പോകുമ്പോൾ UK-ക്കാണ് അവിടെ ബെനിഫിറ്റ് കൂടുതൽ ഉണ്ടാകുന്നത്. ബിക്കോസ് 1W ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന UK-ക്ക് 4Cയും 1W ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന UK ഇപ്പം 6W അറ്റൈൻ ചെയ്യാൻ വേണ്ടി 4C ഗിവ് അവേ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് 6W അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ 12C ടോട്ടലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന UK-ക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നു 4Cയിലേക്ക് എത്തുമ്പോൾ. ഇനി അതേസമയം ക്ലോസർ ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് ടു 6W is equal to 12C, UK ഗെയിൻസ് ലെസ് ദാൻ US ഗെയിൻ. ഇവിടെ US-നാണ് ഗെയിൻ കൂടുതൽ വരുന്നത്. ദാറ്റ് മീൻസ് 6W ലെസ് ദാൻ 12Cയിലേക്ക് പോകുമ്പോൾ 6W is equal to 6W ഏകദേശം 12Cയിലേക്ക് പോകുമ്പോൾ ഗെയിൻ വരുന്നത് US-നാണ് കൂടുതൽ ഗെയിൻ വരുന്നത്. The rate of exchange will also determine how the total gains from the trade are actually shared by the trading nations. ഈ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ ടോട്ടൽ ഗെയിന്, ട്രേഡിൽ നിന്നുണ്ടാകുന്ന ടോട്ടൽ ഗെയിന് എത്രമാത്രമാണ് ട്രേഡിംഗ് നേഷൻസ് ഷെയർ ചെയ്യേണ്ടത് എന്നതുകൂടി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് വഴിയാണ്. നെക്സ്റ്റ് ഈസ് കേസ് ഓഫ് നോ കമ്പാറ്റീവ് അഡ്വാൻറ്റേജ്. ഇനി കമ്പാറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ല, അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഈ രണ്ട് കൺട്രീസ് ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കുന്നത്. This occurs when the absolute disadvantage that one nation has with respect to another is the same in both commodities. രണ്ട് കമ്മോഡിറ്റീസിലും ഒരു നേഷനെ വെച്ച് മറ്റൊരു നേഷൻ നോക്കുമ്പോൾ ആബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകുന്നതിനെയാണ് നോ കമ്പാറ്റീവ് അഡ്വാൻറ്റേജ് കേസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് US-ന് ഇവിടെ വീറ്റ് എന്ന് പറയുന്നത് 6ഉം ക്ലോത്ത് 4ഉം ആണ്, UK-ക്ക് 3ഉം ക്ലോത്ത് 2ഉം ആണ്. ഒരു ഹാഫ് പോർഷനായിട്ടല്ലേ രണ്ടും വരുന്നത്, ആബ്സല്യൂട്ട്ലി ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. UK ഹാസ് എക്സാക്ട്ലി ഹാഫ് ആസ് പ്രൊഡക്റ്റീവ് ആസ് ദ US ഇൻ ബോത്ത് കമ്മോഡിറ്റീസ്. അതായത് ബോത്ത് കമ്മോഡിറ്റീസിൽ UK-ക്ക് എക്സാക്ട്ലി ഹാഫ്, 6 ആകുമ്പോൾ ഹാഫ് 3 ആണ്, 4ൻ്റെ ഹാഫ് 2 ആയിട്ടാണ് UK-ക്ക് ബോത്ത് കമ്മോഡിറ്റീസിലും പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്.
UK have a comparative advantage in neither commodity and no mutually beneficial trade could take place. ഇവിടെ യു കെക്കും ഇല്ല, അതേപോലെ തന്നെ യു എസിലും ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ട് കമ്മോഡിറ്റീസിലും. അതേപോലെ മ്യൂച്വൽ ബെനിഫിറ്റ് നടക്കുന്നതിലും വലിയ ഒരു ബെനിഫിഷ്യൽ അല്ല ട്രേഡ് വഴി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു സിറ്റുവേഷൻ. Now UK is not willing to give up more than 4C to obtain 6W from the US because UK can produce either 6W or 4C with 2 hours domestically. നേരത്തെ ഈ 6W അഥവാ 4C പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 12 ഹവേഴ്സ് പറ്റുമെങ്കിൽ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ 2 ഹവേഴ്സ് കൊണ്ട് യു കെക്ക് അവരുടെ ഡൊമസ്റ്റിക്കലി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യു കെ ഒരിക്കലും 4C കാട്ടി കൂടുതൽ ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. ഒരു 6W അറ്റൈൻ ചെയ്യാൻ വേണ്ടി 4C ഈ കൂടുതൽ അവർ ഗീവ് അവേ ചെയ്യത്തില്ല. Even if one nation has an absolute disadvantage with respect to the other nation in the production of both commodities, there is still a basis for mutually beneficial trade unless the absolute disadvantage is in the same proportion for the two commodities. അതായത് ഇനി ഒരു നേഷൻസ് മറ്റൊരു നേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ അബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ കൂടി മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ് നടത്താൻ സാധിക്കും. അപ്പോൾ അൺലെസ് if it's not, the absolute disadvantage is in the same proportion for the same commodity, two commodities. രണ്ട് കമ്മോഡിറ്റീസിനും ദാറ്റ് മീൻസ് വീറ്റിനും ക്ലോത്തിനും സെയിം പ്രൊപ്പോർഷനലി ആണ് അബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് 1:1 അഥവാ 2:2 സെയിം പ്രൊപ്പോർഷൻ അല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ തീർച്ചയായും മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ് ടേക്സ് പ്ലേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഫൈനലി വി ആർ മൂവിങ് ടു ദ ക്രിറ്റിസിസം ഓഫ് ദ ലോ ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഇഗ്നോർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്കറിയാം, ഒരു സ്റ്റേറ്റിൽ നിന്നോ അഥവാ ഒരു കൺട്രിയിൽ നിന്നോ മറ്റൊരു കൺട്രിയിലേക്ക് ഒരു പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തീർച്ചയായും നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടർ ഇവിടെ ഇഗ്നോർ ചെയ്തു. സെക്കൻഡ് ക്രിറ്റിസിസം ഈസ് ഓവർ സിംപ്ലിഫൈഡ് ദ സിറ്റുവേഷൻ ബൈ ടേക്കിംഗ് 2 country 2 commodities. ജസ്റ്റ് 2 countries മാത്രമേ എടുത്തുള്ളൂ, അതേപോലെ തന്നെ 2 commodities അതായത് വീറ്റും ക്ലോത്തും മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ കൂടുതൽ പ്രോഡക്റ്റ് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണെന്ന് ഈ ഒരു ലോയിലൂടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഓവർ സിംപ്ലിഫൈഡ്, വളരെയധികം സിംപ്ലിഫൈ ചെയ്തൊരു ചെറിയ രണ്ട് നേഷൻസ് തമ്മിലുള്ളൊരു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്.